ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ആഴമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, പണം. പക്ഷേ ഒരു നിമിഷം, ഇത് പണം എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു സാധാരണ വീഡിയോ ഒന്നുമല്ല. നമ്മൾ അതിനപ്പുറം പോകാൻ പോവുകയാണ്. പണത്തിന് പിന്നാലെ ഓടുന്നത് എന്തുകൊണ്ടാണ്? ഒരു നിഴലിനെ പിന്തുടരുന്നത് പോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ ശരിക്കും എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങൾക്ക് പണം വേണ്ടത്? വെറുതെ എന്തെങ്കിലും പറയാനുള്ള ചോദ്യമൊന്നും അല്ല കേട്ടോ ഇത്. സത്യസന്ധമായിട്ട് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് എന്തിനാണ് പണം ആവശ്യം? ഒരു വലിയ തത്വചിന്തയുടെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഇത്. ഇത് കേട്ടോ, ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും 500 രൂപയുടെ കെട്ടുകൾ ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ നോട്ട് കെട്ടുകളെല്ലാം കൂടെ കൂട്ടിയിട്ടൊരു മെത്ത ഉണ്ടാക്കി അതിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണോ പണം ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല, അല്ലേ? അങ്ങനെ ഉള്ള ഒരാളെ പോലും നമ്മൾ കാണാറില്ല. പിന്നെ എന്തിനാണ് ഈ പണത്തിന് പിന്നാലെ നമ്മളിങ്ങനെ നെട്ടാട്ടം ഓടുന്നത്? യഥാർത്ഥത്തിൽ ആളുകൾക്ക് വേണ്ടത് പണം നൽകുമെന്ന് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. അതൊരു പുതിയ വീടാകാം, നമ്മുടെ കൊച്ചു വീടെന്ന സ്വപ്നം പോലെ. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, രാവിലെ ഇഷ്ടമുള്ള സമയത്ത് ഉണരാനും ഇഷ്ടമുള്ളിടത്ത് പോകാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം. ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന യാത്രകൾ, ലോകം ചുറ്റിക്കാണാനുള്ള അവസരം, ഭാവിയിലേക്ക് ഒരു സുരക്ഷ, അസുഖം വന്നാലോ ജോലി നഷ്ടപ്പെട്ടാലോ താങ്ങാൻ ഒരു കൈത്താങ്ങ്. ചിലപ്പോൾ ഇതെനിക്ക് വേണ്ട എന്ന് ഉറക്കെ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യമാവാം. അതുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ടാൽ ഇതെനിക്ക് വേണം, ഇത് മതി എന്ന് പറയാനുള്ളൊരു കഴിവ്. ഈ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലും ചില ആഗ്രഹങ്ങൾ മിന്നിമറിഞ്ഞില്ലേ? കണ്ടോ, പണം ഒരു ലക്ഷ്യമല്ല, അതൊരു ഇടനിലക്കാരൻ മാത്രമാണ്. നിങ്ങൾ എവിടേക്കോ എത്താൻ ആഗ്രഹിക്കുന്നു, അവിടേക്കുള്ളൊരു പാലം അല്ലെങ്കിൽ ഒരു വാഹനം മാത്രമാണ് പണം. എന്നിട്ടും പണം ആകർഷിക്കാൻ പലർക്കും ഇത്ര ബുദ്ധിമുട്ടായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്നറിയാവോ? ലോകം നമ്മളെ പണത്തെ കാണാൻ പഠിപ്പിച്ച രീതിയാണ് അതിന് പിന്നിൽ. നമ്മളെ പഠിപ്പിച്ചത് കറൻസിയെക്കുറിച്ച്, അതായത് കയ്യിലുള്ള നോട്ടുകളെയും അക്കങ്ങളെയും കുറിച്ച് അമിതമായി ചിന്തിക്കാനാണ്. നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒഴുക്കിനെ കുറിച്ച് ചിന്തിക്കാൻ ആരും നമ്മളെ പഠിപ്പിച്ചിട്ടേയില്ല. നമ്മുടെ സ്വപ്നങ്ങൾക്കും നമുക്കുമിടയിലുള്ളൊരു തടസ്സമായി പണത്തെ കാണാനാണ് നമ്മൾ പരിശീലിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്നോ? പണം ആകർഷിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ നിർത്തണമെന്നും അതിനു പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും അതുവഴി എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് എന്നുമാണ്. നമ്മൾ സാധാരണയായി ഒരു പുതിയ ബന്ധത്തിനെക്കുറിച്ചോ പുതിയൊരു ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സാഹസിക യാത്രയെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയുന്നത് സന്തോഷമാണ്, അല്ലേ? ഒരുതരം പോസിറ്റീവ് എനർജിയാണ്. എന്നാൽ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു നിരാശയും ഒരു പിരിമുറുക്കവും സമ്മർദ്ദവും നിറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഒന്നു മാത്രമാണ്. നമ്മൾ പണത്തെ ഒരു വലിയ പീഠത്തിൽ ഒരു പ്രതിമയെ പോലെ അങ്ങ് പ്രതിഷ്ഠിച്ചു വെച്ചു. അത്രയധികം ഉയരത്തിൽ അതിനെ പ്രതിഷ്ഠിച്ചത് കൊണ്ട് നമ്മൾ അതിനെ വിലമതിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭയപ്പെടാൻ തുടങ്ങി. പണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു പേടി, എവിടെ തിരിഞ്ഞാലും പണത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പണം സമ്പത്താണോ? അല്ല, അതൊരു സമ്പത്തിൻ്റെ ചിഹ്നമാണ്, അതൊരു പ്രതീകമാണ്. ഇതൊരു സാധ്യതയുള്ള ഊർജ്ജമാണെന്ന് പറയുന്ന ഒരു കടലാസ് കഷ്ണമോ കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ നമ്പറോ മാത്രമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട രഹസ്യമുണ്ട്. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. ഊർജ്ജത്തിന് ഏത് രൂപവും എടുക്കാൻ കഴിയും. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അച്ചടിച്ച കറൻസി ഇപ്പോൾ നമ്മുടെ ലോകത്തുണ്ട്. ഇത്രയധികം പണം ഉണ്ടായിട്ടും ആളുകൾക്ക് ഇപ്പോഴും ഇല്ലായ്മയിൽ എന്തുകൊണ്ടാണ് കഴിയുന്നത്? ഇതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. എത്ര പണമുണ്ട് എന്നതിലല്ല കാര്യം, നമ്മളെ പണത്തെ എങ്ങനെ കാണാൻ പഠിപ്പിച്ചു എന്നതിലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ
ലക്ഷ്യത്തെ പിന്തുടരുന്നതിനു പകരം അതിൻ്റെ മാർഗങ്ങളെ പിന്തുടരാനാണ് നമ്മളെ പഠിപ്പിച്ചത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു നല്ല വീടാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ആ വീട് വെക്കാനുള്ള പണത്തെക്കുറിച്ചും സിമെന്റിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഫലത്തേക്കാൾ കൂടുതൽ ഉപകരണങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പണം ആകർഷിക്കാൻ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ പണം വെറുമൊരു ആഗ്രഹം മാത്രമല്ല, അതൊരു തടസ്സമാണ്, അതൊരു ഗേറ്റ് കീപ്പറാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഈ പണത്തെക്കുറിച്ചുള്ള ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൂടാ? ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാമേ. എക്സാമ്പിളായിട്ട് മാത്രം എടുത്താൽ മതി. നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഡെലിവറി വാനിനെ കുറിച്ച് ആലോചിച്ച് തലപുണ്ണാക്കാറുണ്ടോ? അല്ലെങ്കിൽ ഡ്രൈവറുടെ റൂട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ വാനിൽ നിറച്ച് പെട്രോളിനെ കുറിച്ചോ ഒക്കെ മനസ്സിൽ കാണാൻ ശ്രമിക്കാറുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്, ഓർഡർ ചെയ്ത പാക്കേജ് നിങ്ങളുടെ വാതുക്കൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെയല്ലേ? എന്നാൽ ആളുകൾക്കൊരു പുതിയ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? ആ പുതിയ ജീവിതത്തെ മനസ്സിൽ കാണുന്നതിന് പകരം അവർ പണത്തെയാണ് ദൃശ്യവൽക്കരിക്കുന്നത്. ഇത് എങ്ങനെയുണ്ടെന്നോ, ഒരു ഡെലിവറി വാൻ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു പാക്കേജ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയാണത്. ചിന്തിച്ചു നോക്കൂ. പണം എന്ന് പറയുന്നത് ഒരു ഡെലിവറി രീതി മാത്രമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമല്ല പണം. അതുകൊണ്ട് ഇനി മുതൽ പണം ആകർഷിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫലം ആകർഷിക്കാൻ തുടങ്ങുക. നിങ്ങൾക്കൊരു പുതിയ വീടാണോ വേണ്ടത്? എങ്കിൽ ആ പുതിയ വീട് മനസ്സിൽ കാണുക. ആ വീട്ടിൽ നിങ്ങൾ ജീവിക്കുന്നത് സങ്കല്പിക്കുക. പുതിയതായി അടിച്ച പെയിൻറ്റിൻ്റെ മണം നിങ്ങളുടെ മൂക്കിലേക്ക് അടിക്കുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സോഫയിൽ ചായ കുടിക്കാൻ ഇരിക്കുന്നത് സങ്കല്പിക്കുക. അവിടെ നിങ്ങൾ ബാങ്ക് ലോണിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നേരിട്ട് ആ ലക്ഷ്യത്തിലേക്ക് പോവുക. നിങ്ങൾക്ക് ലോകം ചുറ്റി സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇതിനകം അവിടെ എത്തിക്കഴിഞ്ഞതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ അതിന് പണം കണ്ടെത്തേണ്ടതില്ല. ആ അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ മതി. നിങ്ങൾക്കിഷ്ടമുള്ള നഗരങ്ങളിലൂടെ നിങ്ങൾ ഭാവനയിൽ നടക്കുക. തിരക്കേറിയ എയർപോർട്ടിലെ ശബ്ദങ്ങൾ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുക. നിങ്ങളിവിടെ പണമല്ല ആകർഷിക്കുന്നത്, നിങ്ങളൊരു പ്രത്യേക അവസ്ഥയാണ് ആകർഷിക്കുന്നത്. നിങ്ങൾ ആ അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോ, അതിനുള്ള വഴിയും ആ പണവും ആ അവസരങ്ങളും നിങ്ങളെ സഹായിക്കാനുള്ള ആളുകളും എല്ലാം സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ. അത് ആവശ്യമായ ഏത് മാർഗത്തിലൂടെയും നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും. ഇടനിലക്കാരനെ, അതായത് പണത്തെ ഒഴിവാക്കുന്നതിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തെ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണ്. നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച ഒരൊറ്റ വഴിയിലൂടെ മാത്രമല്ല, സാധ്യമായ എല്ലാ വഴികളിലൂടെയും നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. ഇതൊരു വലിയ രഹസ്യമാണ് കൂട്ടുകാരെ. ഞാൻ ഒരു സത്യസന്ധമായ കാര്യം പറയട്ടെ. നമ്മുടെ ലോകം അളവില്ലാത്തത്ര സമ്പന്നമാണ്. നമുക്ക് ചുറ്റും ഒരുപാട് സൗകര്യങ്ങളും വിഭവങ്ങളും ഒക്കെ ഉണ്ട്. എന്നിട്ടും മിക്ക ആളുകളും ഇപ്പോഴും ഇല്ലായ്മ ചിന്തിക്കാനും അതുപോലെ പെരുമാറാനും പഠിപ്പിക്കപ്പെട്ടവരാണ്. അവർ യഥാർത്ഥത്തിൽ ഇല്ലായ്മ ഉള്ളത് കൊണ്ടൊന്നും അല്ല അത് സംഭവിക്കുന്നത്, മറിച്ച് അവർ ഇല്ലായ്മയിലാണെന്ന് ചെറുപ്പം മുതലേ കേട്ട് വളർന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വാക്കുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ നിങ്ങളെ പരിശീലിപ്പിക്കുകയായിരുന്നു. ഓർമ്മയില്ലേ? നമ്മുടെ എല്ലാം വീട്ടിൽ കേട്ടിട്ടുള്ള വാക്കുകൾ, പണം മരത്തിൽ കായ്ക്കുന്നതല്ല എന്ന്, അല്ലെങ്കിൽ അതിന് വലിയ ചെലവുണ്ട്, അതുമല്ലെങ്കിൽ നമുക്കതിന് കഴിയില്ല. ഈ വാക്കുകൾ വെറും നിഷ്കളങ്കമായ വാക്കുകളായിരുന്നില്ല കേട്ടോ. അവ നമ്മുടെ ഉപബോധ മനസ്സിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും രൂപപ്പെടുത്തുന്ന പ്രോഗ്രാമിങ്ങുകളായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് കൂടുതൽ പണം വേണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് നിങ്ങൾക്കൊരു തരം കുറ്റബോധം തോന്നും. എനിക്ക് എന്തിനാണ് കൂടുതൽ പണം എന്നൊരു ചിന്ത, ഉത്കണ്ഠയും മനസ്സിൽ നിറയും. ഇതൊന്നും എനിക്ക് കിട്ടില്ല എന്നൊരു അവിശ്വാസവും കടന്നു വരും.
നിങ്ങളുടെ ആഗ്രഹം തെറ്റായതുകൊണ്ടല്ല അത് സംഭവിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ പ്രോഗ്രാമിംഗ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ്. അത്രയും വലുതൊന്നും നേടാൻ ഞാൻ ആരാണ് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നോ, നിങ്ങൾ നേരിട്ട് പണത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രതീകത്തിലേക്ക്, നിങ്ങൾ എന്നും എപ്പോഴും അനുഭവിച്ച ആ മുറിവുകളിലേക്കും ഭയങ്ങളിലേക്കും സംശയങ്ങളിലേക്കും ഞാൻ പോരാ എന്ന് നിങ്ങൾ തോന്നിയിട്ടുള്ള എല്ലാ നിമിഷങ്ങളിലേക്കും പോകുന്നു. ഇതാണ് അപ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ പലതും നടക്കാത്തത്. എന്നാൽ ഒരു കാര്യം ഓർക്കാം, പണം ആവശ്യമുള്ള ആളുകളിലേക്കല്ല എത്തുന്നത്. പിന്നെ ആരുടെ അടുത്തേക്ക് എത്തുന്നേ? പണം പ്രതിനിധീകരിക്കുന്ന അവസ്ഥ ഇതിനകം അനുഭവിക്കുന്ന ആളുകളിലേക്കാണ് അത് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തൊക്കെയാണ് ഈ പണം പ്രതിനിധീകരിക്കുന്നത് എന്ന്? സുരക്ഷിതത്വം, സ്വാതന്ത്ര്യം, സന്തോഷം. ഈ അവസ്ഥകൾ നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കുന്നവന്റെ അടുത്തേക്കാണ് പണം വരുന്നത്. പണത്തെ ഒരു പരിഹാരമായി നിങ്ങൾ ഇപ്പോഴും കാണുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രോഗ്രാമിങ്ങിനെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ മനസ്സിനെയാണ് നിങ്ങൾ ഒരു ഉറവിടമാക്കി കാണേണ്ടത്, അല്ലാതെ പണത്തെ മാത്രമല്ല. പണമില്ലാതെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ആകർഷിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് തുടങ്ങുന്നത് കുറച്ചുകൂടി മികച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ്. ഇത് വാങ്ങാൻ എനിക്ക് എങ്ങനെ പണം കിട്ടും എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ ചോദിക്കൂ, എനിക്ക് സത്യത്തിൽ എന്താണ് വേണ്ടത്? ഇത് ഇതിനകം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എന്ത് തോന്നും എന്ന ചോദ്യമാണ് പ്രധാനം. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്കോ അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്കോ നേരിട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നോ, പണത്തെക്കുറിച്ചുള്ള എല്ലാ മാനസിക ചിന്തകളും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. കണക്കുകൂട്ടലുകൾ വേണ്ട, സംശയങ്ങൾ വേണ്ട, നിങ്ങൾ നേരിട്ട് ലക്ഷ്യത്തിലേക്ക് പോകുന്നു. ഞാനൊരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങളൊരു സിറ്റിയിലൊരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുകയാണെന്ന് കരുതുക. മിക്ക ആളുകളും ഉടനെ തന്നെ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? അതിൻ്റെ വില, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള ലോണ്, അവരുടെ ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ്, ഇതൊക്കെയല്ലേ മനസ്സിലേക്ക് വരിക? ഇത് യഥാർത്ഥത്തിൽ ആകർഷിക്കലല്ല, നിലവിലുള്ള യാഥാർത്ഥ്യത്തോട് നമ്മൾ പ്രതികരിക്കുന്നത് മാത്രമാണിത്. ഇതേപോലാണ് കേട്ടോ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാട്ടോ. എന്നാൽ നിങ്ങൾ കണ്ണടച്ച് ആ അപ്പാർട്ട്മെന്റിൽ ഉണരുന്നത് എങ്ങനെയുണ്ടാവുമെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ജനലിലൂടെ നഗരത്തിൻ്റെ മനോഹരമായ ആകാശ കാഴ്ച കാണുക. ആഡംബരമുള്ള ഫർണിച്ചറിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ അറിയുക. താഴെയുള്ള തിരക്കേറിയ നഗരത്തിൻ്റെ ശബ്ദങ്ങൾ നിങ്ങളുടെ കാതുകളിൽ ഇങ്ങനെ കേൾക്കുക. നിങ്ങളുടെ സ്വന്തം എന്ന പോലെ ആ വിശാലമായ അപ്പാർട്ട്മെന്റിലൂടെ നടക്കുക. നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആത്യന്തികമായ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു എന്ന് സങ്കല്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുന്നില്ല. പകരം ഇതൊക്കെ ഇതിനകം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് മാജിക്. ഇവിടെയാണ് യഥാർത്ഥ രഹസ്യം. പ്രപഞ്ചം പ്രതികരിക്കുന്നത് അവസ്ഥകളോടാണ്, നമ്മുടെ ബുദ്ധിമുട്ടുകളോടോ പാടുപെടലുകളോടോ അല്ല. അതിന് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് നിങ്ങളുടെ വിശ്വാസം ആവശ്യമാണ്. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം യാഥാർത്ഥ്യമായി എന്നതിലുള്ള നിങ്ങളുടെ സമ്മതം ആവശ്യമാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ ചിത്രം നിങ്ങൾ മനസ്സിൽ വെച്ച് അതിൻ്റെ സത്യം അനുഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോ, പണത്തിലൂടെ നിങ്ങൾ നിർബന്ധിക്കാതെ തന്നെ കാര്യങ്ങൾ സ്വയം ക്രമീകരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ കടന്നു വരുന്നത്. അപ്പോഴാണ് ആരെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങളുടെ യുക്തിപരമായ മനസ്സിന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത വിധം വിഭവങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നണയുന്നത് അപ്പോഴാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എത്ര കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ആകർഷണത്തിൻ്റെ സ്വാഭാവികമായ ബുദ്ധി. നിങ്ങൾ ഒരൊറ്റ ഡെലിവറി രീതിയിലേക്ക് മാത്രം, അതായത് പണത്തിലേക്ക് മാത്രം അതിനെ ചുരുക്കാതിരിക്കുമ്പോൾ ഇത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കും. നിങ്ങൾ പണം മാത്രം ആകർഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ
നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുകയാണ്, എനിക്കിത് ഈ വഴിക്ക് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന്. ഇതൊരു ഭൂതത്തോട് എനിക്ക് ഇഷ്ടികയും സിമന്റും തരൂ എന്ന് പറയുന്ന പോലെയാണ്. എന്നാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു വീടാണ്. ഇഷ്ടികയും സിമന്റിനെയും കുറിച്ച് മറക്കുക, വീടിനെ മനസ്സിൽ കാണുക. നിങ്ങൾ പണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തി പൂർത്തീകരിച്ച ആഗ്രഹത്തിന്റെ അനുഭൂതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ജീവിതം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏറ്റവും എളുപ്പത്തിലും കാര്യക്ഷമമായും എത്തിക്കാൻ നിങ്ങളെ സഹായിക്കും. പലപ്പോഴും അതിന് പണം ആവശ്യമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തമാശയും. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ജീവിക്കാൻ പണം ആവശ്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അപ്പോൾ പണമോ അല്ലെങ്കിൽ അതിലും മികച്ച എന്തെങ്കിലുമോ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഉറപ്പായിട്ട് പണം നിങ്ങളെ തേടി വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പണം ഒരു സമ്മാനമൊന്നുമല്ല, അതൊരു ശക്തിയുമല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ തിരയുന്ന ഒന്നുമല്ല അത് കൈകൾക്കിടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കടലാസ കഷ്ണം മാത്രമാണ്. അതുകൊണ്ട് ഇനി മുതൽ പണം ആകർഷിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. ഇടനിലക്കാരനെ ഒഴിവാക്കുക. നേരിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് പോവുക. നിങ്ങളുടെ അവസാന ലക്ഷ്യത്തിലേക്ക് പോവുക. അത് ഇതിനകം ലഭിച്ച നിങ്ങളുടെ മികച്ച പതിപ്പിലേക്ക് പോവുക. കാരണം നിങ്ങൾ അത് ചെയ്യുന്ന നിമിഷം, ശരിക്കും അത് ചെയ്യുന്ന നിമിഷം എല്ലാം മാറി മറിയും. നിങ്ങൾ പണത്തെ പിന്തുടരുന്നത് നിർത്തും. പകരം പണം നിങ്ങളെ പിന്തുടരാൻ തുടങ്ങും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്